BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. MLA-മാർ സജീവമാകണം. നിയമസഭയുടെ അവസാന സമ്മേളനത്തെ ഗൌരവത്തോടെ കാണണം മുഖ്യമന്ത്രി. MLA-മാർ നിയമസഭയിൽ സജീവമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MLA-മാർ സഭാ നടപടികളിൽ സജീവമായി ഇടപെടണം. ചർച്ചകളും മറ്റും നടക്കുമ്പോൾ സഭയിൽ തന്നെ ഉണ്ടാകണം. സഭയുടെ അവസാനത്തെ സമ്മേളനത്തെ ഗൌരവത്തോടെ കാണണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിയമസഭാ കക്ഷിയോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കാൻ വരുന്നതെന്ന് ഇപ്പോൾ നോക്കണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിങ്ങളിൽ ചിലർ മത്സരിച്ചേക്കാം, ചിലർ മത്സരിച്ചേക്കില്ല. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ അതൊന്നും ബാധിക്കേണ്ടതില്ല. മണ്ഡലങ്ങളിലെ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നയപ്രഖ്യാപന വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവും വിശദീകരണവുമായി ലോക്ഭവൻ. ഇന്ന് നടന്ന നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ വിശദീകരണവുമായി ലോക്ഭവൻ. വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ്. അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരളിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലോക്ഭവന്റെ പ്രതികരണം. ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു ഇതിന് സർക്കാരിന്റെ പ്രതികരണമെന്നും ലോക്ഭവൻ വിശദീകരിച്ചു. ലോക്ഭവൻ നിർദ്ദേശിച്ച ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചന സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഭേദഗതികൾ ഒന്നും വരുത്താതെ തന്നെ അതേ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയച്ചത്. യാത്ര കഴിഞ്ഞ് കോഴിക്കോട് നിന്നും വൈകി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ ഗവർണർ താൻ നിർദ്ദേശിച്ചതും സർക്കാർ അംഗീകരിച്ചതായി ആദ്യം അറിയിക്കുകയും ചെയ്ത നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് രാവിലെ സഭയിൽ വായിച്ചത്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് നാളെ തുടക്കം. 5 ലക്ഷം തൊഴിൽ അന്വേഷകർക്ക് അപേക്ഷിക്കാം. മന്ത്രി ശിവൻകുട്ടി. സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തോടൊപ്പം സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. യുവതീ യുവാക്കൾക്ക് മാസം 1000 രൂപ വീതം 1 വർഷം വരെ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ്. ഇതുവരെ 36,500 അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടമായി 10,000 അപേക്ഷകൾ കൈമാറി. പൂർണ്ണമല്ലാത്ത അപേക്ഷകളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിയത്. അപേക്ഷകരെ അങ്ങോട്ട് ബന്ധപ്പെടുമെന്നും 600 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും 5 ലക്ഷം തൊഴിൽ അന്വേഷകർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ആരും പരാതി പറഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിലും വ്യക്തമാക്കുന്നില്ല ബസ് ജീവനക്കാർ. കോഴിക്കോട് ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്നേ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ. ആരെങ്കിലും പരാതി പറഞ്ഞാൽ പോലീസിൽ അറിയിക്കുമായിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളിലും അങ്ങനെ ഒരു സംഭവം വ്യക്തമാകുന്നില്ലെന്നും പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന അൽ അമീൻ ബസ്സിലെ കണ്ടക്ടർ രാമകൃഷ്ണനും ഡ്രൈവർ പ്രകാശനും മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ലൈംഗികാരോപണം നേരിട്ടതിന് പിന്നാലെ ജീവനൊടുക്കിയ സംഭവത്തിൽ ദീപക് സഞ്ചരിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുവാനാണ് പോലീസ് തീരുമാനം. സ്വകാര്യ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ദീപക്കും ഷിംഷിത മുസ്തഫയും ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. ബസ് ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. യൂത്ത് കോൺഗ്രസ് വയനാടിനുള്ള ആദ്യ ഗഡു കൈമാറി. BJPയെ പോലും നാണിപ്പിക്കും വിധത്തിലാണ് CPIMന്റെ വർഗീയ കാർഡ്. അബിൻ വർക്കി. CPIMനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. BJPയെ പോലും നാണിപ്പിക്കും വിധത്തിലാണ് CPIMന്റെ വർഗീയ കാർഡ്. 4 വോട്ട് പിടിക്കുവാൻ CPIM വർഗീയമായി കേരളത്തെ വിഭജിക്കുന്നു. കേരളത്തെ വർഗീയ നിലമാക്കുവാൻ CPIM ശ്രമം നടക്കുന്നു. സജി ചെറിയാന്റെ പേര് സജി ചൊറിയാൻ എന്നാക്കണം. സജി ചെറിയാൻ പറയുന്നത് RSSന്റെ വാക്കുകൾ. മോദി മുൻപ് പറഞ്ഞതാണ് സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നത്. സജി ചെറിയാന് RSSന്റെ നാവ്. സജി ചെറിയാന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ BJP ജയിച്ചു. അതിൽ ദുരൂഹതയുണ്ട്. സജി ചെറിയാനെതിരെ നടപടിയെടുക്കുവാൻ സ്പീക്കർക്ക് എത്തിക്സ് ഇല്ലേ? വ്യക്തിപരമായ പ്രസ്താവനയാണെങ്കിൽ സജി ചെറിയാനെ CPIM തള്ളിപ്പറയണ്ടേ? ഇതിനെല്ലാം കുടപിടിക്കുന്നത് പിണറായി എന്നും അബിൻ വിമർശിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ജമാഅത്തെ വേദിയിൽ CPIM MLA. ചാരിറ്റിക്ക് വേണ്ടി ആര് വിളിച്ചാലും പോകുമെന്ന് MLA ദലീമ ജോജോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്ത CPIM MLA ദലീമ ജോജോ. ആലപ്പുഴയിൽ ഈ മാസം 11 നടന്ന പരിപാടിയിലാണ് CPIM MLA പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ചാരിറ്റി സംഘടനയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത്.
ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPIM വിമർശനം കടുപ്പിക്കുമ്പോഴാണ് MLAയുടെ വേദി പങ്കിടൽ. സംഭവത്തിൽ വിശദീകരണവുമായി MLA ദലീമ ജോജോ രംഗത്തെത്തി. ചാരിറ്റി സംഘടനയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത്. നന്മ മാത്രമേ കണ്ടുള്ളൂ, പ്രശ്നമാക്കേണ്ടതില്ല. ചാരിറ്റിക്ക് വേണ്ടി ആരെ വിളിച്ചാലും പോകുമെന്നും ദലീമ വ്യക്തമാക്കി. ഗോവിന്ദായി AK വിജുബാൽ അരൂപി ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. പുനർദം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച് നവാഗതരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിലാഷ് വാര്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അരൂപി എന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസായി. AK വിജുബാൽ അവതരിപ്പിക്കുന്ന ഗോവിന്ദൻ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. വേൾഡ് വൈഡ് ഫിലിംസിന്റെയും C-Cube ബ്രോസ് എന്ന ബാനറുകളിൽ ഒരുങ്ങുന്ന പള്ളിച്ചട്ടമ്പിയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ടൊവിനോ പ്രത്യക്ഷപ്പെടുന്നത്. വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ നൌഫൽ, ബ്രിജേഷ് എന്നിവർക്കൊപ്പം C-Cube ബ്രോസ് എന്റർടൈൻമെന്റ് എന്ന ബാനറിൽ ചാണക്യ, ചൈതന്യ, ചരൺ എന്നിവർ ചേർന്നാണ് മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ റിലീസാകുന്ന പള്ളിച്ചട്ടമ്പി നിർമ്മിക്കുന്നത്. S. സുരേഷ് ബാബുവാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കയാതു ലോഹർ നായികയാവുന്ന പള്ളിച്ചട്ടമ്പിയിൽ വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ്, വിനോദ് കെടാമംഗലം, പ്രശാന്ത് അലക്സ് തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നു. 1950-60 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.